ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായി മാറി, അല്ലെങ്കിൽ നമുക്ക് പാകിസ്ഥാന് നൽകിയ തീവ്രവാദി ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകേണ്ട 1-ാം വാർഷികമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഈ ഓപ്പറേഷൻ സിന്ദൂർ നരേന്ദ്രമോദി രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു നടന്നതാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയും കൂട്ടരും. ചെയ്യാതിരുന്നെങ്കിലോ? ശരി, ഞങ്ങൾ ഗാന്ധിയ മാർഗത്തിൽ ജീവിക്കുന്നവരാണ്, ശരി, അവർ നമ്മളെ പാവപ്പെട്ട മനുഷ്യർ നിരപരാധികളെ കാശ്മീരിൽ ടൂറിസ്റ്റുകളെ മലയാളി ഉൾപ്പെടെ വെടിവെച്ച് വന്നു, ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവർ ഒന്നും ചെയ്യാത്തവരാണ്, നിഷ്ക്രിയന്മാരാണെന്ന് പറഞ്ഞു. അതെ, ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ തീയതി നമ്മൾ അതിശക്തമായ തോതിലുള്ള ഇന്നലെ ഒരു അമേരിക്കൻ പ്രതിരോധ വിദഗ്ധൻ്റെ ഒരു വിശകലനം എക്സിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അത് ഇന്ത്യയുടെ ആ ശക്തിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അടിച്ച് നിരപ്പാക്കിയതാണ് പാകിസ്ഥാനെ. ഈ 72 മണിക്കൂർ സമയം കൊണ്ട് പാകിസ്ഥാന് സ്വന്തം ആകാശ നഷ്ടമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ആകാശം മുഴുവൻ നമ്മുടെ മിസൈലുകളും ഡ്രോണുകളും എല്ലാം ആയിരുന്നു, നമ്മുടെ മിസൈൽ പ്രതിരോധ സംവിധാനം ഇതെല്ലാം കൂടെ ചേർന്ന് പാകിസ്ഥാനെ പിടിച്ചു കുലിക്കുന്നതാണ്. കാരണം അവർക്ക് സംഭവിച്ചത്, നമ്മൾ ആദ്യം ചെയ്തത് അവരുടെ പ്രധാനപ്പെട്ട വ്യോമസേന താവളങ്ങളെല്ലാം തകർക്കുകയായിരുന്നു. ആ ദിവസങ്ങളിൽ പാകിസ്ഥാൻ ഭീം പഠിച്ചു, ഞങ്ങൾ ഇന്ത്യയുടെ 3 വിമാനത്താവളം, അത് കള്ളമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. പക്ഷെ നമ്മൾ അവരെ അടിച്ച് നിരപ്പാക്കുകയായിരുന്നു. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ റാവൽപിണ്ടിയിലുള്ള ഒരു സൈനിക ആസ്ഥാനത്തിനടുത്തുള്ള വ്യോമസേന താവളം വരെ നമ്മൾ അടിച്ചിറക്കും. അവിടെ ഈ അവിടുത്തെ VVIPകളുടെ വിമാനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഇന്നും അത് നന്നാക്കി തീർന്നിട്ടില്ല. അതുപോലെ അവരുടെ കറാച്ചി തുറമുഖത്തെ ആക്രമിച്ചു എന്നൊക്കെയുള്ള അതൊക്കെ ഫേക്ക് നറേഷൻ. അത് ഫേക്ക് നറേഷനാണ്. പക്ഷേ എന്നാലും നമ്മൾ വിചാരിച്ചിരുന്നെങ്കിൽ 2 ദിവസം കൊണ്ട് അവരെങ്കിൽ പിടിക്കായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും അവരുടെ കാലിൽ വീഴുന്ന കരയാൻ തുടങ്ങി. ട്രംപ് പറയുന്ന അയാളാണ് നിർത്തിയതാണ്. ട്രംപ് പറഞ്ഞിട്ടൊന്നും അല്ല, അവരുടെ സൈനിക വിഭാഗത്തിൽ നിന്ന് തന്നെ നിർദ്ദേശം. ഞങ്ങൾ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി തന്നെയല്ലേ അന്ന് ഇടപെട്ടത്? പ്രധാനമന്ത്രി എല്ലാവരും ഇടപെട്ടു, എല്ലാ വകുപ്പുകളും ഇടപെട്ടു. അവർ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ബന്ധപ്പെട്ടു നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യ നോക്കിയപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കയറി ആക്രമിച്ചാലേ പിന്നെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്നത്. അവർ ഭീകരതാവളങ്ങൾ മൊത്തം തകർത്തു, അവൻ്റെ വ്യോമസേന താവളം തകർത്തു. ഇനി കുറേ കാലത്തേക്ക് ഏതായാലും പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ വരില്ല. കാരണം നമ്മൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം അജിത് ഡോവൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവായി എത്തിയതിന് ശേഷം രാജ്യസുരക്ഷ സംബന്ധിച്ച് അസാമാന്യമായ കൃത്യതയാണ് അവർ പാലിക്കുന്നത്. ഡോവൽ ഭയങ്കര കക്ഷിയാണ്. ഈ ഡോവലിന്റെ കഥയാണ് ഈ ദുരന്തം എന്നൊക്കെ പറയുന്നത്. അത് അല്ലെന്ന് തോന്നുന്നു അല്ലേ? പൂർണ്ണമായി ശരിയാവാൻ സാധ്യതയില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അജിത് ഡോവലും കേരള കേഡർ ഓഫീസുകാരനായിരുന്നു എന്നാണ്. ഇന്ന് രസകരമായ കാര്യം, നമ്മൾ ഇപ്പം തമിഴ്നാട് ഗവർണർ പശ്ചിമ ബംഗാൾ ഗവർണർ മുൻ തമിഴ്നാട് RN രവി, അദ്ദേഹം, അജിത് ഡോവൽ, ഇവരെല്ലാം കേരള കേഡർ IPS ഉദ്യോഗസ്ഥന്മാരായിരുന്നവരാണ്. ഇവിടെ നിന്നാണ് പണി പിടിച്ചിട്ട് ഇരിക്കണവരെല്ലാവരും. അതെ, ഇവിടെ നിന്നാണ് അവർ തുടക്കം. അജിത് ഡോവലിന്റെ ഈ സംഭവം പറയുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് കൊച്ചുവെളുപ്പാൻ കാലത്തല്ലയോ തുടങ്ങി? തുടങ്ങിയില്ലല്ലോ. ഇത് നമ്മൾ പോലും വെളുപ്പിന് അവിടെ ആക്രമണം നടന്ന് നമ്മളൊക്കെ ഇത് അറിഞ്ഞ് രാവിലെ നേരം വെളുത്ത് എണീറ്റ് വന്ന് TV യോ മൊബൈലോ ഒക്കെ എടുക്കുമ്പോഴാണ് അറിയുന്നത് അവിടെ തീർത്ത് കഴിഞ്ഞു, പാകിസ്ഥാനെ അറിഞ്ഞു തീർത്തെന്ന്. മാത്രമല്ല നമുക്ക് S-400 എന്ന് പറഞ്ഞ മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട് റഷ്യയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തത്. അത് കൂടാതെ ഇപ്പോൾ 5 കൂടെ വരുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. ഇതങ്ങ് നമ്മുടെ ഫലപ്രദമായി വെച്ച് ഈ പാകിസ്ഥാൻ്റെ കൈവശം ഇഷ്ടം പോലെ ഡ്രോൺ ഉണ്ടെന്ന് അറിയാം. ഈ ഡ്രോണ് മുഴുവൻ വന്ന് 300 കിലോമീറ്റർ ദൂരെ വെച്ച് ഇതിനെ തടഞ്ഞു നിർത്താനുള്ള കഴിവ് ഇതിനുണ്ട് ഈ മിസൈൽ സംവിധാനത്തിൽ. അമേരിക്ക പറ്റിച്ച പോലുള്ള ഡ്രോണുകളായിരിക്കും നമുക്ക് നേരെ പാകിസ്ഥാൻ. അതെ, പക്ഷേ പാകിസ്ഥാന് പറ്റിയൊരു അക്കടി ആ അമേരിക്കൻ പ്രതിരോധ വക്താവ് പറയുന്നത്, ഇവർ ചൈനീസ് ആയുധങ്ങളാണ് ഇവരെ കയ്യിലിരുന്നത്, ഇതിനെ അവർ അമിതമായി വിശ്വസിച്ചു എന്നാണ്. പക്ഷെ നമ്മൾ പറയുന്നത് പോലെ ഇത് ചൈനീസ് സാധനം തന്നെയായിരുന്നു, ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളായിരുന്നു ഇത് മുഴുവൻ. ഇതും കൊണ്ടാണ് ഇന്ത്യ പോലെയുള്ള ലോകത്തെ വലിയൊരു പ്രതിരോധ ശക്തിയെ നേരിടാൻ ഈ പാകിസ്ഥാൻ മണ്ടന്മാരെത്തിയത്. എന്താണെങ്കിലും പഹൽഗാമില് സ്ത്രീകളുടെ താലിയറുത്ത അവന്മാർക്ക് വേണ്ടിയാണ്, ഒരു സിന്ദൂരം മായ്ച്ചു കളഞ്ഞ അവർക്ക് വേണ്ടിയാണ് അതെ, ഇന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വാട്സപ്പിൽ എല്ലാത്തിലും അത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഓപ്പറേഷൻ അതാണ് സിന്ദൂർ എന്നുള്ള. അതെ, അത് ഒരു വലിയ കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രതിരോധ മേഖലയിൽ നമ്മൾ ലോകത്തിന് മുന്നിൽ, നമ്മൾ ഇന്ത്യ ലോകത്തെ വലിയൊരു പ്രതിരോധ ശക്തിയാണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അന്ന് പുറത്ത് വിട്ടിട്ടില്ല. നമ്മൾ പാകിസ്ഥാനിൽ എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ അന്ന് പുറത്ത് വിട്ടിട്ടില്ല, പിന്നീട് വന്നു ഇല്ലേ? 2 വനിതാ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചാണ് ഇന്ത്യ പത്രസമ്മേളനം നടത്തിയത്. അത് വലിയ കാര്യമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ സിന്ദൂരം വായിച്ചവരെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതുപോലെ ആ ഉദ്യോഗസ്ഥരാണ് ഫ്ലൈറ്റ് പറത്തിയത് അല്ലേ? ബോംബിങ്ങിന് വേണ്ടിയുള്ള ബോംബർ വിമാനങ്ങൾ പറത്തിയത് അവരായിരുന്നു. നാരീശക്തി എന്ന് നമ്മൾ പറയാറുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അത് സത്യത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ്. മാത്രമല്ല ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അടി കിട്ടുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഇന്ത്യ ആക്രമിക്കാൻ പോകുന്നു അവർക്ക് ഒരു വിധത്തിലുള്ള ധാരണയും കിട്ടിയില്ല. അത് പണ്ട് ബാലാക്കോട്ടിൽ നല്ലൊരു പണി കൊടുത്തിട്ടുള്ളതാണ്. അപ്പം മാത്രമല്ല ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെല്ലാം നിരന്തരമായി സർക്കാരിനെ വിമർശിക്കുകയും ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു നടപടിക്ക് ഒരുങ്ങിയാൽ പിന്നെ അത് സർക്കാരിൻ്റെ വിമർശനം വരുന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരങ്ങനെ വിശ്വസിച്ചിരുന്നിരിക്കാം.
തീവ്രവാദികൾ ഈ പഹൽഗാമിലെത്തിയ പാവപ്പെട്ട വിനോദസഞ്ചാരികൾ, അതും കേരളത്തിൽ നിന്നുള്ള ഒരാളെ കൊണ്ടുവരുന്ന ഓർമ്മയുണ്ടല്ലോ, അവരെല്ലാം അവർ മതം നോക്കി വെടിവെച്ച് കൊല്ലുമായിരുന്നില്ല അവർ. അല്ല, ഇതിനകത്ത് ഈ രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഒരു നിലപാടെന്താണെന്ന് അറിയാം. ഇവര് എപ്പോഴും BJP അല്ല, ഒരു രാജ്യത്തെ വിമർശിക്കും. അതെ, നമ്മുടെ രാജ്യരക്ഷാപരമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടൻ അതിന് വിമർശനമാണ്. അത് സത്യത്തിൽ നമ്മുടെ രാജ്യത്തിന് എതിരെ ശത്രു രാജ്യങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ എന്താ പറയുന്നത്, ആയുധം തന്നെയാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ അന്നത്തെ ഇവിടുത്തെ പ്രതിപക്ഷം മുഴുവൻ ഇന്ദിരാഗാന്ധിക്കൊപ്പമായിരുന്നു. അതാ, കാരണം അവർക്കറിയാമായിരുന്നു രാജ്യത്തിൻ്റെ ഭാവിയെ, നമ്മുടെ സുരക്ഷ, നമ്മുടെ ജനങ്ങളുടെ ജീവനാണ് വലുതെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് അവരെല്ലാവരും ഒരുമിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ. ഇങ്ങനെയൊക്കെ വിമർശിച്ചാൽ തനിക്കെന്തോ ജനപിന്തുണ കിട്ടുമെന്നായിരിക്കാം. അല്ല, എന്താണെന്നറിയാം, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, രാഹുൽ ഗാന്ധിയുടെ ഒരു ദുരന്തം അദ്ദേഹത്തിന് തെറ്റായ ഉപദേഷ്ടകരുണ്ട് എന്നാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതെ, ഉപദേഷ്ടാക്കൾ പറഞ്ഞു കൊടുക്കുന്ന മണ്ടത്തനങ്ങൾ നമ്മുടെ നാട്ടിലെ പല നേതാക്കന്മാർക്ക് പിണറായിക്ക് സംഭവിച്ചേക്കാതാണ്. തെറ്റായ ഉപദേഷ്ടാക്കളെ വെച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർക്കെല്ലാം ഈ ഒരു അപകടം സംഭവിക്കും. പക്ഷേ നരേന്ദ്രമോദി സംബന്ധിച്ചിടത്തോളം അജിത് ഡോവലിനെയൊക്കെ പോലെയുള്ള ആദ്യ പ്രഗത്ഭന്മാരെ മിടുക്കന്മാരെ അതിന് ചുറ്റിനുണ്ട്. അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു. രാജ്നാഥ് സിംഗിനെ പോലുള്ള പ്രതിരോധ മന്ത്രി ആദിശക്തനായ, അതിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ നമുക്കറിയാം അദ്ദേഹം ഒരു പ്രതിരോധം പറയാൻ പറ്റിയ ആളാണല്ലോ എന്നുള്ളത്. നമ്മൾ പണ്ടൊക്കെ തന്നെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. നമ്മൾ ഇന്ത്യയുടെ സൈനികരെ പാകിസ്ഥാൻ എപ്പോഴെങ്കിലും അവരുടെ വലയിലായിട്ടുണ്ടെങ്കിൽ ഭീകരമായിട്ട് അവരെ കൊന്ന് കണ്ണ് ചൂഴ്ന്നെടുത്ത് മൃതദേഹങ്ങൾ വികൃതമാക്കിയാണ് ഇന്ത്യ കൊടുത്തേക്കുമായിരുന്നു. ഇപ്പം ആ പരിപാടി ഇല്ലല്ലോ. ഈ അഭിനന്ദൻ വർത്തമാൻ അയാൾ അവിടെ ഫ്ലൈറ്റ് തകർന്നു പോയി വീണതാ, പക്ഷെ അയാളെ തിരിച്ചു തരേണ്ടി വന്നില്ല. അയാൾക്ക് ഒരു പോറൽ പോലും വെക്കാതെ പറഞ്ഞല്ലോ, എന്തെങ്കിലും അയാൾക്ക് സംഭവിച്ചാൽ ആ രാജ്യം കാണില്ലെന്ന് പറഞ്ഞു. അതാണ് ഇത് തന്നെയാണ് അമേരിക്കയ്ക്കും പറ്റി. അമേരിക്കയ്ക്ക് ഇറാനെതിരെയുള്ള വ്യോമാക്രമണത്തിനിടയിലെ ഒരു ഫൈറ്റർ പ്ലെയിൻ രണ്ടെണ്ണം പോയി. ഒന്നിന്റെ പൈലറ്റ് താഴെ വീണു. എന്തായാലും അയാൾ അവിടുന്ന് അവർ രക്ഷപ്പെടുത്തിയെടുത്ത ഒരു ദൗത്യമല്ലേ ശരിക്കും പറഞ്ഞാൽ. 2 വിമാനം അവർക്ക് ബോംബ് വെച്ച് ചേർക്കേണ്ടി വന്നു ഈ മറ്റവരടുത്തെത്തിയെന്ന് തോന്നിയപ്പോൾ. അപ്പോൾ ആ ഒരു അവസ്ഥ അവർക്കുണ്ട്. അവർ നമുക്ക് അങ്ങനെ സംഭവിച്ചില്ല. അവരെന്താണ് വർത്തമാനം അവരുടെ പിടിയിലായപ്പോൾ അയാൾക്ക് ഒരു പോറലും കൂടാതെ അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞ് അതുപോലെ എത്തിച്ചെന്ന്. അന്ന് പാകിസ്ഥാൻ ആദ്യം അവരെ കുറച്ച് പഴയ സ്വഭാവം കാണിച്ചു. പക്ഷെ അന്ന് രാത്രിയോ മറ്റോ അവിടുത്തെ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അയാൾ വിറച്ചു എന്നാണ് പറയുന്നത്. അയാൾ അവിടുത്തെ പ്രധാനമന്ത്രിയെ വിളിച്ച് പറഞ്ഞു എന്നാണ്, ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, അയാൾ നമ്മളെ മിച്ചം വെച്ചേക്കില്ലെന്ന് പറഞ്ഞത്. തീരുമാനിച്ചു എന്നാണ് അവരത്. ഇയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ സെക്കൻഡ് നമ്മളെല്ലാ സംവിധാനങ്ങളും ഒരുക്കിയെന്നാണ് പറഞ്ഞത്. ഈ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പാകിസ്ഥാൻ അവിടെ കാണൂലായിരുന്നു. അപ്പോൾ ആ ഒരു ഭയം നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുമ്പോൾ എന്തായാലും മറ്റ് രാജ്യങ്ങൾ കൊണ്ട് മാത്രമല്ല ചൈന ഒരു കാലത്ത് ഇന്ത്യ എല്ലാ കാലത്തും എതിർത്തിരുന്ന അല്ലെങ്കിൽ നമ്മളെ നാശം കാണാൻ ആഗ്രഹിച്ചെന്നൊക്കെ സിനിമ പറയുമ്പോഴത്തെ ഡയലോഗ് പറയുമ്പോഴത്തെ രാജ്യം ഇന്ന് ഇന്ത്യയുമായിട്ട് ഏറ്റവും ചങ്ങാത്തത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമാവധി നമ്മളിപ്പോൾ സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതെ, അത് പഴയതുപോലെ ചൈനീസ് അതിർത്തിയിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പം നിലവിൽ ഉണ്ടാവുന്നില്ല. പാകിസ്ഥാന്റെ ഭാഗത്തൊന്നും ചൊറിച്ചിലും ഇല്ല. ചൊറിയാൻ ഇനി അവരൊന്നും ഇല്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏതോ ഒരു കപ്പല് അറബിക്കടലിൽ വെച്ച് എന്തോ തകരാറ് അവർ രക്ഷിച്ചു. അവർ വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. അവർ വന്ന് ഫുഡും തന്നു, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് ഇന്ത്യയെ തൊട്ടാൽ വിവരം അറിയും എന്നുള്ള, അതായത് പാകിസ്ഥാന്റെ ഈ ഒളിച്ചു കടത്തുന്ന തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഒരു നല്ല നിലപാട്. മാത്രമല്ല ലോകരാഷ്ട്രങ്ങളെല്ലാം നമ്മൾ അഭിനന്ദിച്ചു. കൂടാതെ ഇതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി, ഇതിനെ വിശദീകരിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള MP-മാരുടെ സംഘത്തെ എല്ലാ രാജ്യങ്ങളിലേക്ക് വെച്ചു. അത് ശശി തരൂരിനെയൊക്കെ തെരഞ്ഞെടുത്തപ്പോൾ പോകരുതെന്നുള്ളൊരു ജനവികാരം കോൺഗ്രസ്സുകാർക്കിടയിൽ. ഏത് രാജ്യത്ത് പോയപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ഒന്നാണ് സ്വീകരിച്ചത് ഇന്ത്യൻ പ്രതി സംഘത്തെ. അത്ര അവർ ആദരവോടെ കണ്ടിരുന്നു. ഇന്ത്യ ചെയ്യേണ്ടത് ചെയ്തു എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. ഏതായാലും ഇന്ന് ഈ ദിവസം സത്യത്തിൽ നമ്മുടെ അഭിമാനത്തിൻ്റെ നിമിഷമാണിത്. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തെ സേവിക്കുന്ന പ്രധാനമന്ത്രിയാണെങ്കിലും സൈനികരാണെങ്കിലും നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മനസ്സുകൊണ്ട് അവരെ നമിക്കുക തന്നെ വേണം. അതാണ്.